ഓണവിപണി ലക്ഷ്യമിട്ടിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വെള്ളായണി കാർഷിക കളന്റെ വെറൈറ്റിയാണ്. ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും റാഡിഷ് വളരെയധികം ബെനിഫിറ്റ് ആണ്. നമുക്ക് ഒരു ചെടിയിൽ നിന്ന് ഏകദേശം 28 മുതൽ 35 കാ വരെ കിട്ടും. ഇവിടുത്തെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തൈകൾ ഇവിടെ ഈ പോളി ഹൗസിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വിഷമില്ലാത്ത പച്ചക്കറി ഞങ്ങൾക്ക് അധികം കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ അടുത്ത ജനറേഷന് കിട്ടണമെന്ന് ഒരാഗ്രഹമുണ്ട്. നമസ്കാരം. ആധുനിക സാങ്കേതിക വിദ്യകൾ തന്നെയാണ് എന്നും കാർഷിക മേഖലയുടെ കരുത്ത്. അത്തരത്തിലുള്ള നൂതന കാർഷിക സമ്പ്രദായങ്ങൾ പരീക്ഷിച്ച് വിജയിച്ച സിസിൽ ചന്ദ്രൻ എന്ന കർഷകന്റെ കാർഷിക വിശേഷങ്ങളാണ് ഇത്തവണ നാട്ടുവരമ്പിൽ. കഴിഞ്ഞ 35 വർഷമായി കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ച കർഷകനാണ് സിസിൽ ചന്ദ്രൻ. സർ നമസ്കാരം. സർ, കാർഷിക മേഖലയിലേക്ക് സാറിനൊരു കടന്നുവരവ് എങ്ങനെയായിരുന്നു? ഡിഗ്രി കഴിഞ്ഞു, സർക്കാർ ജോലി കിട്ടാതായി. അപ്പോൾ ഞാൻ BSc ബോട്ടണി ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. പിന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ട് കർഷകരാണ്. പിന്നെ 3 ഏക്കർ സ്ഥലം നമ്മുടെ ഷെയറായിട്ട് തന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ സീതോലിൽ തുടങ്ങി ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഇന്ന് കാണുന്ന ലെവലെത്തി. നമ്മളിപ്പോഴേ ഹൈടെക് കൃഷിയിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ചേട്ടന്റെ ചെറുപ്പകാലം തൊട്ടേ ചേട്ടൻ കൃഷി കാണുന്നുണ്ട്. അപ്പോ ആ ഒരു കാര്യം ചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്തോ ബോട്ടണി എടുക്കാനായിട്ട്? അത് ഉറപ്പായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് 2 പറ നില 3 പറ നില ഉഴുതു മറിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പപ്പയും ഞാനും കൂടെ. അപ്പോൾ നമ്മൾ സഹോദരങ്ങളെല്ലാവരും കൂടെ ഒരു കാർഷിക രംഗത്തുള്ള കാഴ്ചപ്പാടായിരുന്നു നമ്മുടേത്. നമ്മുടെ വരുമാന മാർഗവും കൃഷിയിൽ നിന്നുള്ള വരുമാനമായിരുന്നു. നെയ്യാറ്റിൻകരയ്ക്കടുത്ത് പ്ലാമൂട്ടുകട എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാർഷിക ഗ്രാമമാണ്. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? നെല്ല് കൃഷി, മരിച്ചിനി കൃഷി, വാഴക്കൃഷി, മലക്കറി കൃഷികൾ, എല്ലാ രീതിയിലുള്ള ഒരു നല്ലൊരു ഗ്രാമമാണ് കുളത്തൂർ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ. കൂടുതൽ കർഷകരാണ് നമ്മുടെ പഞ്ചായത്തിൽ കൂടുതലുള്ളത്. എന്നാലേ നമുക്ക് കർഷകർക്ക് യഥാർത്ഥമായിട്ടുള്ള ഉൽപ്പാദന ചിലവിനുള്ള വില കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ പശുവിന് തന്നെ പാലിനായാലും വില കുറഞ്ഞ് കിട്ടും, സംഭരണ വില കുറവാണ്. അപ്പോൾ നെല്ലിനായാലും എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ 1 കിലോ അരിക്ക് 100 രൂപയെങ്കിലും ആവണം. 1 ലിറ്റർ പാലിന് 100 രൂപയെങ്കിലും മിനിമം കിട്ടിയ കഴിഞ്ഞാൽ ഈ പുറകോട്ട് പോയ കർഷകരെല്ലാം മുന്നോട്ട് വരും. സാർ, ഇപ്പൊ നമ്മൾ ഒരു കൃഷിയിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ഒരു ഈൽഡ് കിട്ടത്തില്ലല്ലോ, സാർ ഈ പറഞ്ഞ പോലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സാർ എന്താണ് ചെയ്യുന്നത്? ഞാൻ ഒരു സമ്മിശ്ര കൃഷിയാണ് ചെയ്യുന്നത്. ഒന്നിലില്ലെങ്കിലില്ല. സമ്മിശ്ര കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ടൈപ്പാണ്. ഒരു ഇന്റഗ്രേറ്റഡ് ഫാം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വയൽ വേണം. വയലിലെ വൈക്കോല് പശുവിന് കൊടുക്കും. പശുവിൽ നിന്ന് ചാണകം, ഗോമൂത്രം എല്ലാം കൂടെ നമുക്ക് വയലിൽ കൊടുക്കും. അതുപോലെ തന്നെ വാഴത്തട നമ്മൾ പശുവിന് കൊടുക്കും, അത് മൊയിലിന് കൊടുക്കും, അത് താറാവിന് കൊടുക്കും, മീനിന് കൊടുക്കും. അപ്പോൾ പുല്ല് നട്ടാലും അങ്ങനെയാണ്. നമുക്കൊരു റൊട്ടേഷൻ, ഒന്നിലില്ലെങ്കിൽ ഒന്ന്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൽ നഷ്ടമാണെങ്കിൽ നമുക്ക് അടുത്ത കൃഷിയിൽ നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കും. സാർ, നമുക്കിവിടെ എത്ര പോളി ഹൗസ് ആണുള്ളത്? ഇവിടെ 3 പോളി ഹൗസ് ഉണ്ട്. 1 ഏക്കറിലധികം ഉണ്ട് പോളി ഹൗസ്. ആദ്യം ചെയ്താണ് 20 സെന്റ് സ്ഥലം അത് ചെയ്ത്. രണ്ടാമത് ഞാൻ 30 സെന്റിലെ 1200 സ്ക്വയർ മീറ്റർ. ലാസ്റ്റ് ചെയ്താണ് ഇതിപ്പോൾ 50 സെന്റ് 2000 സ്ക്വയർ മീറ്റർ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ പോളി ഹൗസിൽ കൃഷി ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമ്മുടെ ഓപ്പൺ ഫീഡ് ചെയ്യുന്നതിനേക്കാളും 10 ടൈംസ് നമുക്ക് ആദായം കിട്ടും. പിന്നെ നമുക്ക് പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മഴ കൂടുതലായാലും നമുക്കിത് ഒരു ബാധകമില്ല. നമുക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാൻ സാധിക്കും. ബാലൻസ്ഡ് ആയിട്ട് ചെയ്യും. പിന്നെ സേഫ്റ്റി വിറ്റ് വിഷരഹിത പച്ചക്കറികൾ നമുക്ക് ഇതിനകത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഈ പോളി ഹൗസിൽ സാർ എന്തൊക്കെയാണ് ഇപ്പൊ കൃഷി ചെയ്യുന്നത്? നമ്മളിപ്പോൾ നിൽക്കുന്നിടത്ത് കൗമുദി വെള്ളായണി കാർഷിക കളന്റെ സീഡാണ് ഉപയോഗിക്കുന്നത്.
പടവലമാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് മായ വെറൈറ്റി പാവലാണ്. നമുക്ക് നല്ല വെയിറ്റ് കിട്ടും. ഒരു പടവലങ്ങ മിനിമം 8 മുതൽ 10 കിലോ വരെ കിട്ടും. അപ്പോൾ 10-400 രൂപയുടെ സാധനം നമുക്ക് ഇപ്പോഴത്തെ വില അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ഈൽഡ് നമുക്ക് 45 ദിവസം ആകുമ്പോൾ ഫ്ലവറിങ് ആവും. ഒരു 50-55 ദിവസം ആകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. നമുക്കൊരു 3-4 മാസത്തോളം നമുക്ക് ഈൽഡ് കിട്ടും. കറക്റ്റ് ലെവലിൽ ഈൽഡ് കിട്ടും. നമുക്കൊരു നല്ലൊരു ആദായ മാർഗ്ഗമാണ്. ഇതിന്റെ ഒരു ലൈഫ് എത്രയാണ്? ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിഹൗസിനകത്താണെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ കൃഷി ചെയ്തപ്പോൾ 4 മാസം നിൽക്കുകയായിരുന്നു. നമ്മൾ ഒരു ഷൂട്ട് മാത്രമേ വിടുള്ളൂ, ബാക്കി ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് അങ്ങ് വിടും. അതുകൊണ്ട് നല്ല ഈൽഡാണ് കിട്ടുന്നത്. ഈ പടവലം കൃഷിയിൽ നമ്മൾ ഫീൽഡിൽ ചെയ്യുന്നതും നമ്മൾ പോളി ഹൗസിൽ ചെയ്യുമ്പോഴും വരുന്ന മെയിൻ ഡിഫറൻസ് എന്താണ്? ഫീൽഡ് ചെയ്യുന്നതിനേക്കാളും 10 ടൈംസ് ആണ് ഇതിനകത്ത് ഈൽഡ് കിട്ടുന്നത്. പിന്നെ ഇതിന് പാർത്തനോകാർപ്പിക് സ്വയപരാഗണം നടക്കാത്ത പരപരാഗണം നടക്കുന്ന വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ ഇതിന്റെ മെയിൽ ഫ്ലവർ എടുത്തിട്ട് ഇതിനകത്ത് പോളിനേറ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഇതിനകത്ത് പോളി ഹൗസിനകത്തുള്ള ഒരു പ്രത്യേകത. അല്പ ജോലി കൂടുതലുള്ളൂ. പോളി ഹൗസിൽ സാർ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് പടവലത്തിന് ഇടവിളയായിട്ട് ഇപ്പൊ പാലക്കിന്റെ കൃഷി. അപ്പൊ ഈ പാലകൃഷി എന്ന് പറയുന്നത് ലാഭകരമാണോ? പാലകൃഷി ലാഭകരമാണ്. കാര്യം എന്ന് പറഞ്ഞാല് പടവലത്തിന്റെ അടിയിലാണ്, ആ സ്പേസിനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാലക്ക് ചെയ്യുന്നത്. പാലക്ക് എന്ന് പറഞ്ഞാൽ വളരെ ന്യൂട്രീഷൻ ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾ ആണ്. നമുക്ക് ഏറ്റവും നല്ല ന്യൂട്രീഷ്യലായിട്ടുള്ള ലീഫി വെജിറ്റബിൾ ആണ് പാലക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 2 ടയറായിട്ട് കൃഷി ചെയ്യുമ്പോൾ സ്പേസ് ലാഭമുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് കിട്ടുന്ന അഡീഷണൽ ഇൻകം കൂടെയാണ്. വീടുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്നത്? വീടുകളിലൊക്കെ തീർച്ചയായിട്ടും ചെയ്യാം. കാര്യം എന്ന് പറഞ്ഞാൽ 2 വർഷത്തോളം, 1 വർഷം കറക്റ്റാണ് നിൽക്കുന്നത്. നമ്മൾ വീണ്ടും മാനേജ് ചെയ്യണ 2 വർഷത്തോളം പാലക് ചീര നിൽക്കുന്നു. അതാണ് എൻ്റെ പ്രത്യേകത. കട്ട് ചെയ്തായിട്ട് മാറ്റിക്കളാം. നമ്മുടെ പാലക്ക് പോലെ ഏറ്റവും വലിയ ആദായമുള്ള കൃഷിയാണ് റാഡിഷ്. റാഡിഷിൻ്റെ പ്രത്യേകത നമുക്ക് ഇതിൻ്റെ ഇലയും നമുക്ക് കറി വയ്ക്കാം, പച്ചയ്ക്കും കഴിക്കാം. മാത്രമല്ല ഇതിൻ്റെ റാഡിഷിൻ്റെ കിഴങ്ങ് നമുക്ക് നല്ലവണ്ണം അനുയോജ്യമായ ഒരു ഭക്ഷണം കൂടെയാണ്. വളപ്രയോഗത്തിലും കീടനിയന്ത്രണത്തിലും സിസിൽ ചന്ദ്രൻ ആധുനിക പരമ്പരാഗത മാർഗങ്ങൾ സ്വീകരിച്ചു വരുന്നു. റാഡിഷിൻ്റെ കൃഷിയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ഇതിന് കൊടുക്കുന്ന ഫെർട്ടിലൈസറിന് അത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ഫെർട്ടിലൈസറും കൊടുക്കുന്നില്ല. നമുക്ക് ഏത് കാലാവസ്ഥയ്ക്കും റാഡിഷ് കൃഷി ചെയ്യാം. മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും റാഡിഷ് വളരെയധികം ബെനിഫിറ്റാണ് മനുഷ്യന്. അപ്പോൾ ആ രീതിയിൽ ഇതിൻ്റെ ഇലയും ഭക്ഷ്യയോഗ്യമാണ്, ഇതിൻ്റെ കിഴങ്ങ് ഭക്ഷ്യയോഗ്യമാണ്. നമുക്ക് ആ രീതിയിൽ നമുക്ക് കഴിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണവുമുണ്ട്, നമുക്ക് കൂടുതൽ ആദായമുണ്ട്. മാറുന്ന സാങ്കേതിക വിദ്യകൾ അപ്പോൾ പ്രാവർത്തികമാക്കുന്നതാണ് സിസിൽ ചന്ദ്രൻ എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നത്. ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ഹൈടെക് ആയിട്ടുള്ള ടെക്നോളജീസ് എന്തൊക്കെയാണ്? ഇപ്പൊ സീഡാക്കിന്റെ സഹായത്തോടെയാണ് ഫസ്റ്റിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്ത്. ഇപ്പൊ 2ാമത്തെ വെർഷൻ കഴിഞ്ഞ വർഷം അവരെ ഇൻസെർട്ട് ചെയ്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അടുത്ത നമ്മുടെ പോളി ഹൗസിലെ റോബോട്ടിക് രീതിയിൽ നമ്മളിപ്പോൾ കാര്യങ്ങൾ ചെയ്യണം. അതിലെന്ന് പറഞ്ഞാൽ കീടരോഗ നിയന്ത്രണങ്ങൾ നമ്മുടെ ക്യാമറ സെൻസ് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിൽ വന്ന് നമുക്കത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ടുള്ള കീടങ്ങൾ വരാതിരിക്കാനും ഏതെങ്കിലും ന്യൂട്രീഷൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് അറിയാനും സാധിക്കും. അങ്ങനെ വരുമ്പോൾ 10 ടൈംസ് വിളവിനെ നമുക്ക് ഒരു 20 ടൈംസ് ഈൽഡാക്കി മാറ്റുന്നുള്ള ലക്ഷ്യം. അത് എനിക്ക് മാത്രമല്ല മറ്റവർക്കും
മറ്റേ കർഷകർക്കും പുതിയ ജനറേഷനും ഉപയോഗപ്പെടുത്താൻ സാധിക്കും. കേരളത്തിൽ നമ്മൾ അധികം കാണാത്തൊരു കൃഷിയാണ് ബീട്രൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ ഈ കാലാവസ്ഥയിൽ ഇത് വളർത്തിയെടുത്തത്? ഞാൻ ആദ്യം ട്രയലായിട്ട് ഇട്ട് നോക്കിയതാണ് ബീട്രൂട്ട്. നമ്മൾ സീഡ്ലിങ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സസ് വന്നപ്പോൾ ഒരു ട്രേ അതിൻ്റെ കിട്ടും. അങ്ങോട്ട് 45 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 1/2 കിലോ ആവുന്ന ബീട്രൂട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇല ഭയങ്കരമായിട്ട് ഭക്ഷ്യയാവുകയാണ്. മറ്റുള്ള ഇലയെക്കാളും നമ്മൾ ചീര വയ്ക്കുമ്പോൾ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഭക്ഷ്യമുള്ള സാധനമാണ്. ഇപ്പോൾ ബീട്രൂട്ട് നമുക്ക് നല്ലൊരു വരുമാന മാർഗം കൂടെ ആയിക്കഴിഞ്ഞു. സാർ, അപ്പോൾ അതിന് എന്തെങ്കിലും എക്സ്ട്രാ ഫെർട്ടിലൈസേഴ്സോ കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്തോ? വേണ്ട, എക്സ്ട്രാ ആയിട്ട് ഒന്നും വേണ്ട. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ മരിച്ചിനി കൃഷി ചെയ്യില്ലേ, അതേപോലെ നമ്മൾ കൃഷി ചെയ്താലും നമുക്ക് വെളിയിൽ ആദായം എടുക്കാൻ സാധിക്കും. ഓവർ മഴ പാടില്ലെന്നേ ഉള്ളൂ. ബീട്രൂട്ട് അപ്പോൾ നമ്മളുടെ കാലാവസ്ഥയിലേക്ക് മാച്ച് ആക്കി എടുക്കാനായിട്ട് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അതിന്റെ സ്റ്റെപ്പ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മരിച്ചിനി കൃഷിയില്ലേ, അതിന് കിളയ്ക്കും പോലെ കിളച്ചിട്ട് നമ്മൾ അതേപോലെ അല്പം പൊക്കത്തിൽ തടമെടുത്ത് നമ്മൾ ഡ്രൈ പീരീഡ് മഴയുള്ള സമയത്ത് നമ്മൾ ഓപ്പൺ ഫീൽഡിൽ പ്രയാസമാണ്. അപ്പോൾ ഇതുപോലെ കൂന കൂട്ടിയിട്ട് ഇതിനകത്ത് ഒറ്റ വേരേ ഉള്ളൂ, ഒറ്റ സ്റ്റെമ്മായിട്ട്, അതാണ് കിഴങ്ങായിട്ട് മാറുന്നത്. അപ്പോൾ അതിന് കണക്കായി നമ്മൾ മണ്ണ് അണച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു 500-600 ഗ്രാമുള്ള ബീട്രൂട്ട് ഉത്പാദിപ്പിക്കാൻ സാധിക്കൂ. സാധാരണ നമ്മൾ തോട്ടത്തിലൊക്കെ പോയി കാണുന്നത് വളരെ ചെറിയൊരു പാവയ്ക്കൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വലിയ വലിയ പാവയ്ക്കകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏതിനം പാവയ്ക്കാണ്? ഇത് മായ വെറൈറ്റി പാവയാണ്. നമ്മൾ ഹൈബ്രിഡ് F1 വെറൈറ്റിയാണ്. ഫസ്റ്റ് ജനറേഷൻ മാത്രമേ ഉൽപ്പാദനം കൂടുള്ളൂ. നമുക്കിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ ഷൂട്ട് മാത്രമേ നിർത്തുള്ളൂ. ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റും. ഇതിപ്പോൾ 300-350 ഗ്രാമുള്ള പാവ കിട്ടും. നമുക്ക് 100 വള്ളിയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. 100 വള്ളിയിൽ തന്നെ നമുക്കൊരു 3 ടണ്ണിലധികം പാവയ്ക്ക് എടുക്കാൻ സാധിക്കും. സാറിന് ഇതിന്റെ സീഡ് എവിടെ നിന്നാണ് കിട്ടിയത്? സീഡ് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത് വരുത്തുന്നതാണ്. എവിടെ നിന്നാണ്? ബാംഗ്ലൂരിൽ നിന്ന് വരുത്തുന്നതാണ്. ഓണവിപണി ലക്ഷ്യമിട്ടിട്ടുള്ള പച്ചക്കറികളെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഈ തോട്ടത്തില് ഓണവിപണി ലക്ഷ്യമിട്ട് എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്? ഓണവിപണി ലക്ഷ്യമാക്കി എല്ലാ വർഷവും നമ്മൾ ജൂൺ പകുതിയാകുമ്പോഴേ നമ്മൾ കൃഷി ആരംഭിക്കും. ജൂൺ ഫസ്റ്റിൽ തന്നെ നമ്മൾ വയൽ കൃഷി ആരംഭിച്ചു കഴിഞ്ഞു, നട്ടു കഴിഞ്ഞു. ജൂൺ 10 നമ്മൾ നെല്ല് കൃഷി കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ മറ്റേ പച്ചക്കറി ആയാലും ഓണവിപണി ലക്ഷ്യമാക്കി ഉത്രാടത്തിന് മുമ്പേ നമുക്ക് വിറ്റഴിച്ചാലേ നല്ല വില കിട്ടുള്ളൂ. അതിനിണക്കാക്കി ഏത്തൻകൊല ആയാലും നമ്മൾ പച്ചക്കറി ആയാലും ഇപ്പോൾ കത്തിരി, വഴുതന, തക്കാളി, മുളക്, നമുക്ക് പാവൽ, പടവലം മുതലായവ നമ്മൾ വിപണി ലക്ഷ്യമാക്കിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. സമ്മിശ്ര കൃഷിയിൽ സാർ എല്ലാ വർഷവും വെണ്ട ഉൾപ്പെടുത്താറുണ്ടോ? എല്ലാ വർഷവും വെണ്ട ഉൾപ്പെടുത്താറുണ്ട്. നമ്മുടെ ആനക്കൊമ്പൻ ലോക്കൽ പഴയ വെറൈറ്റി ആനക്കൊമ്പൻ വെറൈറ്റിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരു ചെടിയിൽ തന്നെ ഏകദേശം 28 മുതൽ 35 കാ വരെ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 സെൻറ്റ് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 250 കിലോ വെണ്ട വിത്തെടുക്കാൻ സാധിക്കും. അത് നമ്മൾ 1 ലക്ഷം രൂപയിലധികം നമുക്ക് സീഡ്സ് ആയിട്ട് നമുക്ക് കിട്ടാൻ സാധിക്കും. അപ്പോൾ അതൊരു നല്ലൊരു ഇൻകമാണ്, വരുമാനമാണ്. ആനക്കൊമ്പൻ വെണ്ടയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മറ്റേ വെണ്ടയെക്കാളിലും 3 ഇരട്ടി വലിപ്പമുണ്ട്. ഇവിടുത്തെ മാർക്കറ്റ് ലോക്കൽ ഇവിടുത്തെ കേരള ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ ഇതിനാണ് ഏറ്റവും നല്ല മാർക്കറ്റ്. ഒരു കായ്ക്ക് 10 മുതൽ 15 രൂപ വരെ നമുക്ക് മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതനുസരിച്ച് ബ്രാഞ്ചസ് ഇത് കാണുമ്പോൾ അറിയാം, ഈ ബ്രാഞ്ചസ് വന്നിട്ട് അതിൽ നിന്ന് തന്നെ വീണ്ടും കാ കിട്ടുന്നുണ്ട്. നല്ലൊരു ആദായമാണ്. നല്ല എന്ന് പറഞ്ഞാൽ വിഷരഹിത പച്ചക്കറിയും കൂടെയാണ്. ഇതിനാവശ്യമായ വളപ്രയോഗവും കെയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ വെണ്ടയെ സംബന്ധിച്ച് ഇത് കൂടുതൽ ജൈവാംശം കഴിക്കുന്ന കൂട്ടത്താണ്. ഏറ്റവും കൂടുതൽ ജൈവാംശം വെണ്ടയ്ക്ക് കൂടുതൽ കൊടുക്കണം. മണ്ണിൽ ചേർത്ത് കൊടുത്താൽ മാത്രമേ ഇത്രയും നല്ലൊരു പ്ലാന്റ് ആയിട്ട് മാറുള്ളൂ. സാർ, ഇതിന്റെ തൈകൾക്ക് ആവശ്യക്കാർ ഏറെയാണോ? ഇതിന്റെ തൈകൾ നല്ല മാർക്കറ്റാണ്. എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ അവർ നിസ്സാരം 10 വെണ്ടെങ്കിലും വയ്ക്കും. അത്രയും നല്ലൊരു ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു പച്ചക്കറിയാണ് വെണ്ട. അതുകൊണ്ട് സീഡ്ലിങ്സ് നല്ല മൂവ്മെന്റ് ആണ്.
ആനക്കൊമ്പൻ വെണ്ടയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. പോളിയോസിനകത്തുകൊണ്ട് യാതൊരു കീടരോഗം വരുന്നില്ല. ഒരു മൊസൈക്ക് രോഗം വരാൻ ചാൻസ് ഉണ്ടാണ്, വൈറലാണ്. അത് വെള്ളീച്ചയാണ് പരത്തുന്നത്. ഓപ്പൺ ഫീൽഡിലാണെങ്കിൽ വരും. നമ്മൾ വിത്ത് കറക്റ്റായി കൊടുക്കുന്നതുകൊണ്ട് ആണ് നമുക്ക് ഈ തൈക്ക് ഇങ്ങനെ മാർക്കറ്റ് കിട്ടാൻ കാരണം. പുറത്ത് കൃഷിയാണെങ്കിൽ കീടങ്ങൾ വന്നാലും നമ്മൾ ആ പ്ലാന്റിനെ എടുത്ത് നമ്മൾ കത്തിച്ച് കളയും. രണ്ടാമത് ഈ വെള്ളീച്ചയെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കീടനാശിനി പുറത്തടിച്ചു കൊടുക്കും. അകത്താണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു മായ വെറൈറ്റി കൊണ്ട് നമ്മൾ ചെറിയ ഏരിയയിൽ 1 ലക്ഷത്തോളം വിളവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് വെണ്ടയെ പോലെ തന്നെ ഇത് നല്ലൊരു ആദായമുള്ളൊരു കൃഷിയാണ്. മികച്ച കർഷകനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരവധി പുരസ്കാരങ്ങളാണ് സിസിൽ ചന്ദ്രനെ തേടിയെത്തിയിട്ടുള്ളത്. ഓരോ അവാർഡുകളും ഈ കർഷകന് കൂടുതൽ ഊർജം പകരുന്നു. വിവിധ കാലാവസ്ഥയിൽ വ്യത്യസ്തങ്ങളായ വിളകൾ കൃഷി ചെയ്യുന്നതിലൂടെയും ഈ കർഷകൻ വിജയം കൈവരിക്കുന്നു. ഇവിടുത്തെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള തൈകൾ ഇവിടെ ഈ പോളി ഹൗസിൽ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. സാർ, ഇത്രയും ഗുണമേന്മയുള്ള തൈകൾ സാർ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? 2008 ഞാൻ എറണാകുളം യൂണിവേഴ്സിറ്റി ചെന്നാണ് സീഡ്ലിങ്സ് ഉൽപ്പാദനത്തെക്കുറിച്ച് പഠിച്ചത്. അന്ന് 25,000 രൂപ മുടക്കിയാണ് പഠിച്ചത്. ഞാൻ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും നല്ല ഗുണമേന്മയുള്ള തൈക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ട്രെയിനിങ് എടുത്തതിന് ശേഷം, സ്വന്തം ചില ട്രെയിനിങ് എടുത്തതിന് ശേഷം നമുക്കിവിടെ നല്ല ഗുണമേന്മയുള്ള തൈകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു യൂണിറ്റ് തുടങ്ങിയതാണ്. അങ്ങനെ എനിക്ക് മാത്രമല്ല മറ്റ് കർഷകർക്കും പ്രചോദനമായിട്ട് നമ്മൾ ഗുണമേന്മയുള്ള തൈകൾ മാത്രമേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈൽഡ് കൂടുതൽ കിട്ടുന്നു. ഓരോ പ്ലാന്റിനും ഇപ്പം നമ്മൾ ഒരു നട്ട് കഴിഞ്ഞാൽ, ഒരു വഴുതന നട്ട് കഴിഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ട് 28 കിലോ 30 കിലോ കിട്ടും. നമ്മൾ ടൊമാറ്റോ അർക്ക രക്ഷകാണ് ചെയ്യുന്നത്. അർക്ക രക്ഷക, അർക്ക സാമ്രാട്ട്, അത് വാട്ടരോഗമില്ല. അത് 30 കിലോ വരെ നമ്മളിവിടെ ഈൽഡ് എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ CRA മുളക്, പച്ചമുളക്, അത് തന്നെ നമുക്ക് 24-25 കിലോ നമ്മൾ നട്ടു നോക്കി അതിൻ്റെ വിളവ് എത്രയാണെന്ന് നോക്കിയിട്ട് മറ്റുള്ള എന്നെപ്പോലുള്ള കർഷകർക്ക് കൊടുക്കുകയുള്ളൂ. ഇപ്പം ഞങ്ങൾക്ക് മിനിമം 10 ലക്ഷം തൈയാണ് ഒരു മാസം ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓരോന്നിനും ഓരോ ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നല്ല വിലയുള്ള നല്ല ഈടുള്ള വെറൈറ്റി മാത്രം നമ്മൾ ശേഖരിച്ചിട്ട് ഒരു തൈ ഒന്നിന് 2 രൂപ വെച്ചാണ് ഇവിടെ മറ്റുള്ള കർഷകർക്ക് കൊടുക്കുന്നത്. ഈ തൈകളെല്ലാം നമ്മൾ പോളി ഹൗസിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകുമോ? ഈ പോളി ഹൗസിൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മഴ കൂടുതൽ നല്ല ശക്തമായിട്ട് പെയ്തു കഴിഞ്ഞാൽ തൈകളെല്ലാം ചരിഞ്ഞു പോകും. അതാണ് പോളി ഹൗസിനകത്ത് തന്നെ വയ്ക്കുന്നത്. മഴ, കാറ്റ് കറക്റ്റായിട്ട് നമുക്ക് ജെർമിനേഷൻ, കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കും പോലെയാണ് ഈ തൈകളെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ. ആ രീതിയിൽ എടുത്താൽ മാത്രമേ നമുക്ക് ഒരു വിത്തിന് തന്നെ 1 രൂപയാകുന്ന വിത്തുകളുണ്ട്, 50 പൈസ ആകുന്ന അരികളുമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്യാപ്സിക്കാണെങ്കിൽ ഒരു സിംഗിൾ അരിക്ക് 10 രൂപ 50 പൈസയാണ് ക്യാപ്സിക്കത്തിൻ്റെ ഒരു അരിയുടെ വില. ഈവൻ നമ്മുടെ സാലഡ് വെക്കുമ്പോഴാണെങ്കിൽ അതിനകത്ത് 11 രൂപയാകുന്നുണ്ട്. മൾട്ടി സ്റ്റാർ, വാലി സ്റ്റാർ വെറൈറ്റി. അപ്പോൾ ഓരോന്നിനും നമുക്ക് ഇത്രയും വില കൂടിയ വിത്തുകൾ നമ്മൾ ഒരു വിത്ത് പോലും പാഴാക്കാതെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ തൈകളിൽ തന്നെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള വെറൈറ്റീസ് ഏതൊക്കെയാണ്? നമുക്കാണെങ്കിൽ കത്തിരി, വഴുതന, തക്കാളി, മുളക്, വെണ്ട, പയറ്, അമര, കാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ്, ബ്രൊക്കോളി, കൗപ്പി, സാലഡ് കുക്കുംബർ, ക്യാപ്സിക്കത്തിൻ്റെ തൈകൾ, ക്ലസ്റ്റർ ബീൻസ്, പംകിൻ, മായ വെറൈറ്റി, പാവല്, പടവലം, പാലക് ചീര, ബീട്രൂട്ടിൻ്റെ തൈ, നമ്മൾ റാഡിഷിൻ്റെ തൈ, ഇതെല്ലാം നമുക്ക് കൂടുതൽ മൂവ്മെൻ്റ് ഉള്ള തൈകളാണ്. ഒറ്റ ബണ്ടിലായിട്ടാണോ കൊടുക്കുന്നത്? ഒറ്റ ആയാലും നമ്മൾ കട്ട് ചെയ്തും കൊടുക്കും. നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കാൻ പറ്റും. ഇതേപോലെ ഒരു പ്ലാന്റ് ആയിട്ട് റൂട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞില്ലേ, ഇതിപ്പോ റൂട്ടായി, മൊത്തം റൂട്ടായി. ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാല് റൂട്ട് കറക്റ്റാ സെറ്റ് ചെയ്യും.
പോട്രയില് തൈകൾ മേടിച്ചിട്ട് ഇത് വീട്ടിൽ കൊണ്ട് പാകുന്ന രീതികളൊക്കെ എങ്ങനെയാണ്? ഇത് നമ്മൾ അടിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ ഇത് വേരോടെ എല്ലാ വേരും അതിനകത്തുണ്ട്. ഇതോടെ നമ്മൾ ഇവിടെ പ്രസ് ചെയ്യാൻ പാടില്ല. പതുക്കെ മണ്ണിൽ അമർത്തി വെച്ചിട്ട് ഒരു സപ്പോർട്ടൂടെ കൊടുത്തിട്ട് വെള്ളം നനയ്ക്കുക. വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് നമുക്ക് വേറെ ഒരു ക്ഷീണമൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ അങ്ങ് വരും. പിന്നെ നമ്മൾ അതിനുള്ള പോട്ടി മിക്സർ എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വളർത്തിയെടുക്കാൻ സാധിക്കും. എന്തൊക്കെ വളങ്ങൾ ആവശ്യമുള്ളത്? വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി, മണ്ണിര കമ്പോസ്റ്റ്, വേപ്പൻ പിണ്ണാക്ക്, ട്രൈക്കോഡർമ, സീഡോമോണസ് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 ദിവസം ഇട്ടതിന് ശേഷം വേണം പോട്ടി മിക്സർ നിറയ്ക്കുക. മേൽമണ്ണും കൂടെ ചേർത്ത് നിറയ്ക്കാനായിട്ട്. അത് നിറച്ച് നട്ടതിന് ശേഷമാണ് നമ്മളിത് ഈ പ്ലാന്റ് വയ്ക്കുന്നത്. നട്ട ശേഷമാണെങ്കിൽ നമ്മളിവിടെ ചെന്ന് കൂടുതലും ജൈവ വളങ്ങളാണ് ചെയ്യുന്നത്. കടലാമൃതമാണ് ചെയ്യുന്നത്. കടലാമൃതം എന്ന് പറഞ്ഞാൽ 1 കിലോ കടല എടുത്ത് നിലക്കടല എടുത്ത് അരച്ച് 20 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ പച്ചച്ചാണകം കൂടെ ഇട്ട് അല്പ ശർക്കരയും കൂടെ ഇട്ട് 3 ദിവസം റൈറ്റിലോട്ട് കലക്കുക, ക്ലോക്ക് വൈസ് കലക്കുക. എന്നതിന് ശേഷം നമ്മൾ 4ാമത്തെ ദിവസം 1 കപ്പ് എടുത്ത് 10 ഇരട്ടി വെള്ളം ചേർത്ത് ആഴ്ചയിൽ 1 ദിവസം ഒഴിച്ചു കൊടുക്കുക. വീടുകളിലൊക്കെ ആണെങ്കിൽ വീടുകളിൽ ചെയ്യാനാണ് നല്ല കാര്യമാണ് ഞാനിത് പറഞ്ഞത്. നമുക്ക് ഏതൊരു രാസവളം ഉപയോഗിക്കാം, നമുക്ക് ചെയ്യാം. പിന്നെ നമ്മൾ പഞ്ചഗവ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ml 2 ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഫിഷ് അമിനോ ആസിഡ് ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കും 1 ml 1 ലിറ്റർ വെള്ളത്തിൽ. അതും മാത്രമല്ല, നമ്മൾ എഗ് അമിനോ ആസിഡും, അത് ഗ്രോത്ത് പ്രൊമോട്ടറാണ്, പ്ലാന്റിൻ്റെ ഹോർമോണാണ്, ഫ്ലവറിങ് ഹോർമോൺ കൂടെയാണ്, പെസ്റ്റിസൈഡ് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രോത്തിലേക്ക് വരും. സിസിൽ ചന്ദ്ര സാറിൻ്റെ കൃഷിയിടം എന്ന് പറയുന്നത് ഒരു പഠനശാല കൂടെയാണ്. വിവിധ മേഖലയിലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിക്കുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കുകയും അവരെ ആ മാതൃക കൊണ്ട് തന്നെ കുളത്തൂർ സ്കൂളിലെ VHSC കുട്ടികൾ ഇപ്പോൾ 1 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്ത് നെൽകൃഷി ചെയ്ത് വരികയാണ്. എന്തുകൊണ്ടും സാറ് ഇവിടെ ഒരു നാട്ടിൻ്റെ ഒരു മാതൃകയാണ്. സാറിൻ്റെ ആ മാതൃക കൊണ്ടാണ് സാറിന് പലപ്പോഴും പല സ്റ്റേറ്റ് അവാർഡ് ആയാലും ദേശീയ പുരസ്കാരമായാലും പല പുരസ്കാരവും സാറിന് തേടിയെത്തിയത് ഈ സാറിൻ്റെ ഒരു മാതൃകാപരമായ ഒരു നേട്ടം കൊണ്ട് മാത്രമാണ്. നമ്മുടെ നാട്ടിലെ കർഷകർക്ക് ഇതൊരു നല്ലൊരു പ്രചോദനമാണ് സാറിൻ്റെ കൃഷി രീതികൾ. അല്ല, ഞങ്ങൾ വീട്ടിലെ പച്ചക്കറി ഒരുപാട് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് കൊണ്ട് ഫാമിലി ബഡ്ജറ്റ് ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ തന്നെ കുറച്ച് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾക്കുണ്ടായിരുന്ന റബ്ബർ മുറിച്ചിട്ട് ഞങ്ങൾ അവിടെ കൃഷി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് തൈകളെല്ലാം ഇവിടെ നിന്നാണ് എടുത്തത്. അത് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി. സാറിൻ്റെ ഈ നഴ്സറിയിൽ ഞങ്ങൾ തൈ മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല വരുന്നത്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നാലും അത് സാറ് ദൂരീകരിച്ച് തരാനുണ്ട്. എന്ത് സഹായത്തിനും ഈവൻ ഞങ്ങൾ വിളിക്കുമ്പോൾ ഫോണിൽ കൂടെ ആയിരുന്നാലും സാറ് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. ആര് വന്നാലും എപ്പോഴും അസിസ്റ്റൻസ് കിട്ടാറുണ്ട്. ഞങ്ങൾക്കൊരു മോളുണ്ട്. അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറി ഞങ്ങൾക്ക് അധികം കിട്ടിയിട്ടില്ലെങ്കിലും അടുത്ത ജനറേഷന് കിട്ടണമെന്ന് ഒരാഗ്രഹമുണ്ട്. അപ്പോൾ അവളെയും കൂടെ ഇതിലോട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിലോട്ട് തിരിഞ്ഞത്. പിന്നെ പുള്ളി പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള സമയം വീട്ടിൽ ജസ്റ്റ് ഞങ്ങൾ കൃഷിയിലോട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, ഈൽഡ് കിട്ടുന്നുണ്ട്. ഞങ്ങൾ ഇതിലോട്ടായി. സിസിൽ ചന്ദ്രനെ കുറിച്ചുള്ള കൂടുതൽ കാർഷിക വിശേഷങ്ങൾ കാണാം നാട്ടുവരമ്പിൻ്റെ അടുത്ത അധ്യായത്തിൽ. നന്ദി, നമസ്കാരം.